ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലീനെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് കേശുവും ഫാമിലി എന്നാണ്. എല്ലാവരും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഫാമിലീനെ പരിചയപ്പെടുത്താം. ഇതെൻ്റെ ഹസ്ബൻഡാണ്, ദിബിൻ എന്നാണ് പേര്. ഇത് അമ്മ മഹിള എന്നാണ് പേര്. ഇത് അച്ഛൻ ശിവൻ എന്നാണ് പേര്. ഇത് ഞങ്ങളുടെ മൂത്ത മോനാണ്, നവീൻ എന്നാണ് പേര്. ഞങ്ങൾ കുഞ്ഞാന്ന് വിളിക്കും, 8ാം ക്ലാസ്സിൽ പഠിക്കണം. പിന്നെ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മോനാണ്, ഭയങ്കര അലമ്പാണിയാൾ. ഇയാളുടെ പേര് നാരായണൻ എന്നാണ്, കേശു എന്ന് ഞങ്ങൾ വിളിക്കും. ഞങ്ങളുടെ ഈ ചാനലിൻ്റെ പേര് കേശുവും ഫാമിലി എന്നാണ്. ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഈ ഒരു ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ക്ലാരിറ്റി കുറവ്, പിന്നെ സൗണ്ട് കുറവ്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇത് അമൃതം പൊടിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഐറ്റം കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഞാനൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെച്ച് പിന്നെ ഒരു പാക്കറ്റ് പാല് അതതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, പാത്രത്തിലേക്ക്. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പാല് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമൃതം പൊടി ഇട്ടാൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കുറച്ച് തീ വെക്കണം. ഈ ഒരു കപ്പിനാണ് ഞാൻ അമൃതം പൊടി എടുത്തിരിക്കുന്നത്. ഇത് 150 ഗ്രാം അമൃതം പൊടിയുണ്ട്. ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ ഇളക്കണം, നന്നായിട്ട് ഇളക്കണം, കട്ട കെട്ടാതെ. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ ഇത് കട്ടയായി പോവും. നല്ലോണം ഇളക്കി, കട്ട കെട്ടാതെ ഇളക്കി നല്ലോണം കൊടുക്കണം. ഈ ഒരു ഐറ്റം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾക്ക് ചൂട് സമയത്തൊക്കെ കഴിക്കാം, തണുപ്പിച്ച് കഴിക്കാം, അല്ലാതെ ഇതും കഴിക്കാം. നമുക്ക് ഇങ്ങനെ ഇളക്കി ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് തിളക്കട്ടെ. തിളച്ച് വന്ന് ഇത് ചവ്വരിയാണ്. ചവ്വരി കുതിർത്ത് വെച്ചിട്ട് വേവിച്ചതാണ്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. നമുക്ക് ഏലക്ക പൊടിച്ചത്, 2 ഏലക്ക എടുത്തിട്ട് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നല്ല മണത്തിനും നല്ല ടേസ്റ്റിനും. പിന്നെ ഞാൻ ആപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴവും എടുത്തിട്ടുണ്ട്. ഏത് പഴം വേണേലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കണത് ഞാലിപ്പൂവൻ പഴമാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൂട്ട്സ് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണത്. അതുമായിട്ട് യോജിപ്പിക്കുക. നമ്മുടെ
ഈ അമൃതം പൊടി വെച്ചിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടോടെയും കഴിക്കാം, പിന്നെ നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം. ചൂട് സമയത്തൊക്കെ നമുക്ക് ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ലതായിരിക്കും. ഇവിടെ നേരത്തെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ മോനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവനാണ് കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ആപ്പിൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കണേണ്. മോൻ കഴിച്ച് സൂപ്പറാന്ന് പറഞ്ഞ്